അപ്പോൾ ഉറച്ച മുസ്ലിം മത വിശ്വാസിയായി നിന്നുകൊണ്ട് തന്നെയാണ് മാഡം പിന്നെ സനാതന ധർമ്മ പരിഷത്തിൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റ് ആയിരിക്കുന്നത്. ഇൻ്റർനാഷണൽ പ്രസിഡൻ്റാണ് സനാതന ധർമ്മ പരിഷത്തിന്. ഈ സനാതന ധർമ്മത്തെ ഇന്ത്യയിലെ മുസ്ലിം മതവിശ്വാസവും അല്ലെങ്കിൽ മുസ്ലിം സംസ്കാരവും ഇതുമായിട്ട് എങ്ങനെ നമുക്ക് യോജിപ്പിക്കാൻ കഴിയും? ഇസ്ലാം മതവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഇസ്ലാം, നമ്മൾ പഠിച്ചിരുന്ന കേട്ടിരുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിസ്കരിക്കുക, ഒരു സമാധാനം, സന്തോഷം, എല്ലാവരെയും സഹായിക്കണമായിരുന്നു. അതായിരുന്നു സൂഫികളെ ഇന്ത്യ സ്വീകരിച്ച്. ഭാരതത്തിൽ സൂഫികളും ഭാരതീയ സന്യാസിമാരും ഒരേപോലെ ചിന്തിക്കുന്ന കൂട്ടരാണ്. അപ്പോൾ അവർക്കവിടെ എന്താ പറയുക, ആരോടും പ്രത്യേക ദേശീയോ ഒരു മതത്തിനെ ഉൾക്കൊള്ളാതെ തട്ടട്ടാൽ മാത്രമേ മുസ്ലിം ആവുന്നോ, വിളക്ക് കത്തിക്കണം മുസ്ലിം, ദർഗകളിൽ കാണില്ലേ വിളക്ക് കത്തിക്കുന്നില്ലേ. വെളിച്ചത്തിനെയൊന്നും പൂക്കളെയും വെളിച്ചത്തിനെയൊന്നും ഹറാമാക്കിയിരുന്ന ഒരു മതമായിരുന്നില്ല നമ്മൾ കണ്ട സൂഫിസത്തിൻ്റെ ഒരു ഭാഗം. അത് മനുഷ്യരായിരുന്നു. അത് മതമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കത് ഇപ്പോൾ ഒരു സന്യാസീനെ അത് മതമാണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഈ രാജ്യത്തെ സംസ്കാരം പരമ്പരയായിട്ട് ഗുരുക്കന്മാരെന്ന് കേട്ട് ആചാരന്മാരെന്ന് കേട്ട് പോകുന്നതല്ലേ നമ്മൾ ആചാരങ്ങളെ. വേദം മുഴുവൻ ആരെങ്കിലും കാണാണ്ട് പഠിച്ചിട്ടുണ്ടോ അല്ലേ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ആചാരങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ആചാരന്മാരെന്ന് കേട്ട് വളർന്ന് വന്നതാണ് നമ്മൾക്ക് പറഞ്ഞ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഗുരുത്വമാണ് നമ്മളെ മതം. ആ മതം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, സഹജീവികളോടുള്ള പരിഗണന. അത് തന്നെയാണ് സൂഫികളും പറഞ്ഞത്. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണ ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റിനെ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. കാരണം അത് ജീവിതത്തിൽ അതിനൊരു തീരുമാനം എടുത്തിട്ട് തന്നെ ഇറങ്ങിയ. കാരണം ഒരിക്കലേ മരിക്കുകയുള്ളൂ. ആ ജീവിതം ഒരു രാജ്യത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നത്. ഇപ്പോൾ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് മാഡം വിശ്വസിക്കുന്നത്. അതിന് വ്യത്യസ്തമായൊരു സംസ്കാരമോ ജീവിതധാരയോ ചിന്തയോ അല്ല, മറിച്ച് സനാതനധർമ്മത്തിൻ്റെ തന്നെ ഭാഗമാണ് ഇന്ത്യയിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങൾ. അതാണോ മാഡത്തിൻ്റെ ഒരു വിശ്വാസം? അതെ, അതാണോ മാഡം പ്രചരിപ്പിക്കാൻ? സനാതന ധർമ്മം ആണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു മതം വന്നപ്പോൾ സ്വീകരിച്ചു. നമ്മളിപ്പോൾ ഒരു ഫാഷൻ വന്നാൽ ഒരു ഡ്രസ്സ് ഇടുന്ന പോലെ അത്രയേ ഉള്ളൂ. അത് അതിലെന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടോ ഒരു രാജ്യത്തിന് ദ്രോഹമൊന്നും ആവേണ്ട ഒരു മതവും ഞാൻ പഠിച്ചിട്ടില്ല. പഠിച്ചത് ഞാൻ അപ്പം തന്നെ എൻ്റെ കുഞ്ഞുനാളിലെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാഫിർ എന്ന് പറയുന്ന ഒരു നരകത്തിലാണെന്ന് പറയുമ്പോൾ എൻ്റെ മദ്രസിൽ നിന്ന് 2ാം ക്ലാസ്സിൽ നിന്ന് കണ്ട ഞാൻ അടിയുണ്ടാക്കി. കാഫിർ എന്ന് പറഞ്ഞാൽ എല്ലാവരും, എനിക്കറിയണ എല്ലാവരും ഗാന്ധിജി കാഫറാണോ? അന്ന് നമുക്ക് ഗാന്ധിജിയല്ലേ ഏറ്റവും വലിയത് പറയുക. അപ്പോൾ ഗാന്ധിജി നരകത്ത് പോകുമെന്നാണ് ഞാൻ ഉസ്താദിനോട് ചോദിച്ചത്. അപ്പോൾ ആ കാലം തൊട്ടേ എന്തോ നമ്മുടെ ഒരു മുജ്ജന്മ സുഹൃതെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിലോ കുടുംബത്തിലോ ഒന്നും എന്നെപ്പോലെ ഇതുപോലെ ഇത് പറയാൻ അവർക്ക് ധൈര്യമില്ല. പക്ഷേ ഞാനെന്തോ എനിക്ക് അത് അറിഞ്ഞതും പഠിച്ചതും കൂടുതൽ അറിഞ്ഞതും, പിന്നെ നമ്മൾ പറയില്ലോ നമ്മൾ ഓരോരുത്തരും നമ്മളെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് ഒരു നിമിത്തമാണ്. നമ്മളെ മുമ്പിൽ വെട്ടതും യാത്രകളും ആകാശത്തിൻ്റെ പാതകൾ മാത്രം ആലോചിച്ചുകൊണ്ട് ഉറക്കത്തിൽ ഊണിലിരുന്ന ഞാൻ ഇതൊക്കെ എങ്ങനെ കണ്ടെത്തി ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല. അതൊക്കെ ഒരു നിമിത്തം പോലെ വന്നു പഠിച്ചു, കുറേ കാര്യങ്ങളൊക്കെ വായിച്ചറിഞ്ഞു. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഇന്നിപ്പോൾ യുദ്ധം നടക്കുന്ന പോലും എന്തിനു വേണ്ടിയാണ്? സത്യത്തിൽ തുടങ്ങിയത് എവിടെയാണ്? 79 ഇറാനിൽ സംഭവിച്ച പെണ്ണുങ്ങളായിരുന്നു അവിടെയും പ്രശ്നം. നമ്മളെ ഭാരതത്തിൽ അതില്ല. നമ്മളെ സംസ്കാരത്തിൽ നോക്കുമ്പോൾ ഇവിടെ സെലിബ്രേഷനായപ്പോഴല്ലോ. ആ സെലിബ്രേഷനുള്ളൊരു സനാതനധർമ്മം ലോകത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഓരോരുത്തരുടെയും ധർമ്മമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഹോങ്കോങ്ങിൽ നമുക്ക് ആളായി, ശ്രീലങ്കയിൽ നമുക്ക് ആളായി, മലേഷ്യയിൽ നമുക്ക് ആളായി. ഈ സൈഡിലൊക്കെ ഇത് വെബ്സൈറ്റിൽ കണ്ടിട്ടാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ പ്രചരിപ്പിക്കുക സനാതനധർമ്മത്തിൻ്റെ. അപ്പോൾ സനാതനധർമ്മത്തിന് അനുഭവമുള്ള ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ മാഡവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം, മധ്യ കാലഘട്ടത്തിൽ ദില്ലി ഭരിച്ചതാണ് റസിയ സുൽത്താന. ഒരു പ്രശ്നം ഉണ്ടായില്ല, ആളുകൾ അനുസരിച്ചു. പിന്നെ അറക്കൽ ബീവി കേരളം ഭരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്, ഞാൻ മധ്യ തിരുവിതാംകൂർ ജനിച്ച് വളർന്ന ആളാണ്. എൻ്റെ ചെറുപ്പത്തിലെ പർദ
എൻ്റെ നാട്ടിൽ കണ്ടിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ പർദ്ദയിലേക്ക് പോകുന്നു. ഏത് കാലഘട്ടത്തിൽ? ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ. അതും കഴിഞ്ഞ് കുറച്ച് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമായി. അപ്പോൾ നമ്മൾ ഇപ്പോഴും അത്തരം ആചാരങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നു. ഇങ്ങനെ ആചാരങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണെങ്കിൽ നാളെ ഹിന്ദു സ്ത്രീകൾ സതി അനുഷ്ഠിക്കേണ്ട കാലഘട്ടം വരുമോ? അതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്ത്രീകൾ മുണ്ടും ചട്ടയും ഇടുന്നൊരു കാലഘട്ടം വരുമോ? അപ്പോൾ പുറകോട്ട് സഞ്ചരിക്കുന്ന ഒരു ചിന്താധാര പൊതുസമൂഹത്തിൽ വന്നാൽ അതിനെ തടയാൻ ജീവിതത്തെ മുന്നോട്ട് കാണുന്ന അല്ലെങ്കിൽ സംസ്കാരത്തെ മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്ന മാഡത്തിനെ പോലുള്ള ആളുകൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് ആഗ്രഹിക്കുന്നത്? അതെ, നമ്മൾ ഇനിയുള്ളത് നമ്മൾ ജെൻസികളെയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ടത്. കാരണം അവർക്ക് ലൈഫിലെ ഇത് ടെക്നിക്കൽ യുഗത്തിനും മാനുവൽ യുഗത്തിനും ഒന്നും അറിയില്ല. അവർ കാണുന്നത് ഇതുപോലുള്ള പർദ്ദയും ഇതുപോലുള്ള മതങ്ങൾ മാത്രം സംസാരിക്കുന്ന സംസ്കാരവും പിന്നെ ഭീകരതയൊക്കെയാണ് അവർ കാണുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ ഒരു മാതൃകയാവണം. നമ്മൾ അവിടെയാണ് സാമൂഹിക മുന്നേറ്റം വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇത്രയേ ഉള്ളൂ ലൈഫ് എന്ന് പറയുന്നത്. ലൈഫിനെ പറ്റി പറയണമെങ്കിൽ അത് ഭഗവത്ഗീത തന്നെ പഠിക്കണം എന്ന് ഞാൻ പറയും. കാരണം അത് സിമ്പിളായിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ രാജ്യത്തിൻ്റെ ഇനിയിപ്പോൾ അവർ പറഞ്ഞോട്ടെ മിത്താണെന്ന് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം മുത്തശ്ശി കഥകളെന്തോ, അത് കേട്ട് വളർന്നവർക്ക് തന്നെയല്ലേ ഇന്ന് എഴുത്തുകാരും വലിയ ലെവലിലൊക്കെ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ സാറിനറിയാലത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളെ രാജ്യത്തിൻ്റെ സംസ്കാരം ഇതായിരുന്നു, നമ്മൾക്കിതുണ്ട്, അതിലൊക്കെ മൊറാലിറ്റീനെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചതാണ്. പക്ഷേ കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ച കാലത്ത് എൻ്റെ നാട്ടുകാർ എൻ്റെ കുടുംബം പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനിയായി പോകും, ഒരു മതം മാറ്റുന്ന. പക്ഷേ എന്നെ ഒരു സിസ്റ്ററും, ഞാൻ കോൺവെൻറ്റിൽ താമസിച്ച് പഠിച്ചിട്ടുണ്ട് 4 കൊല്ലം ദൂരത്തുനിന്ന് വരുന്നത്, ഒരു സിസ്റ്ററും എന്നെ മതം മാറ്റാൻ നോക്കിയില്ല. ഞങ്ങൾക്കൊരു മോറൽ സയൻസ് എന്നുള്ള ക്ലാസ് ഉണ്ടാവുമായിരുന്നു. ആ മോറൽ സയൻസിൽ അവർ നമ്മൾക്ക് മോറൽ സ്റ്റഡീസാണ് തരുന്നത്, അല്ലാതെ ജീസസിനെ പറ്റിയോ പ്രാർത്ഥിക്കേണ്ട രൂപമൊന്നുമല്ല. ചാപ്പലുണ്ടോ, വേണ്ടവർക്ക് പോവാം, വേണ്ടാത്തവരെ അവരാരും കൊണ്ടുപോകില്ല. നമുക്ക് അവർ കാത്തലിക് സ്റ്റഡീസ് നടത്തുമ്പോൾ അപ്പുറത്ത് മോറൽ സയൻസ്, പിന്നെ അടക്കും ചിട്ടയുള്ള ജീവിതം. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ നടത്തണം എന്ന് പഠിപ്പിച്ച ആൾക്കാരാണ് നമുക്കിവിടെ ക്രിസ്ത്യൻ ഇത്. അതുകൊണ്ടാണ് സത്യത്തിൽ ഇന്നും ഞാനൊക്കെ സർവൈവ് ചെയ്യണേ. പങ്ക്ച്വാലിറ്റി, പെർഫെക്ഷൻ, ഇതെല്ലാം കിട്ടുന്നത് നമുക്ക് സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള. എല്ലാം പഠിപ്പിക്കില്ല. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഡ്രസ്സ് തുന്നി ഇടാൻ എങ്ങനെ, ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ എങ്ങനെ, ഒരു കറി വെക്കാൻ എങ്ങനെ, ചോറ് വെക്കുക എങ്ങനെ, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എത്ര സ്കൂളിൽ അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിന് ചെയ്ത സേവനങ്ങൾ വളരെ വളരെ വലുത്. അത് അനിശ്ചിതമായൊരു കാര്യമാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ അതുപോലെ തന്നെ കന്യാസ്ത്രീകളൊക്കെ ചെയ്ത് വലിയ വലിയ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഞാൻ മാഡത്തിനോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഏറ്റവും അധികം പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ. കേരളം വല്ലാതെ കമ്മ്യൂണലായിട്ട് പോളറൈസ് ചെയ്യപ്പെട്ടു, വളരെ വല്ലാതെ കമ്മ്യൂണലായിട്ട് പോളറൈസ് ചെയ്യപ്പെട്ടു. ഈ കേരള സമൂഹത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാവിയെ എങ്ങനെയാണ് മാഡം വിലയിരുത്തുന്നത്? ഇറ്റ്സ് സ്കേറി. പൊളിറ്റിക്കൽ ഇസ്ലാം സ്കേറി ഫോർ കേരള. കാരണം 370 ആർട്ടിക്കിൾ കശ്മീരിൽ തുടച്ച് നീക്കിയപ്പം അതിൻ്റെ വേരുകളെത്തിയത് കേരളത്തിലേക്കാണ്, പറയാതെ വയ്യ. ഈ ഡൽഹിക്കകത്ത്, ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ JNU പോലത്തെ സ്ഥാപനങ്ങളിൽ എന്തായിരുന്നു നടന്നത്? അഫ്സൽ ഗുരുവിനെ പോലെയുള്ളവരെ തൂക്കിലേറ്റുമ്പം അതിനെതിരെ നിന്ന ആൾക്കാർ പഠിപ്പിച്ച കോളേജുള്ള ഇന്ന് ഇവിടെ ഇരുന്നു. അതെല്ലാം തുടച്ചു മാറ്റി ആ കശ്മീരിൻ്റെ ആ രോദനം നേരെ പറിച്ചു നട്ട് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന 80% വരുന്ന ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇന്ന് അതെല്ലാം കുറഞ്ഞു. അപ്പോൾ ഇത് അവിടെ വളർന്നു കഴിഞ്ഞു. പിന്നെ വൺ തിങ്, എല്ലാത്തിനും വേണ്ടി പണമാണ്. 70s തൊട്ടിട്ട് അറബ് രാജ്യങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്കുള്ളത്. പണങ്ങൾ വന്നു ഒഴുകി, ഫോറിൻ ഫണ്ടുകൾ വരാൻ തുടങ്ങി. ഇതെല്ലാം കൊണ്ടിട്ട് ഈ ഒരു സമുദായത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലെ. കാരണം അവർക്ക് ഭ്രാന്താണെന്നേ ഞാൻ പറയുള്ളൂ. ഇതൊന്നും ഒരു മതമാണെന്നൊന്നും കണക്കൂട്ടാൻ ഇപ്പോൾ പറ്റുന്ന അവസ്ഥയല്ല ഇവർ പറയണേ. അപ്പോൾ ഇവരെ കൈ മുറുക്കിയിരിക്കുന്ന പണത്തിൻ്റെ മേലെയും വിദ്യാഭ്യാസത്തിൻ്റെ മേലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മേലെയും അവരെ കയ്യേറ്റം നല്ലോണം ഉണ്ട്. ക്രിസ്ത്യൻ മിഷണറീസിനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ ഡിഫറൻസ് ചെയ്യണ്ടേ. അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരാൾക്ക് ഭാവി ഉണ്ടായി അവർ ഉന്നത ലെവലിലെത്തിയിട്ടേ ഉള്ളൂ, പഠിച്ചതാണെങ്കിലും ജോലി ചെയ്തതാണെങ്കിലും. ഇവിടെ പാട് മേയ്ക്കാൻ ഏറ്റവും അധികം യമനിലേക്ക് പോയ കേരളത്തിൽ നിന്നാണ്. അത് പറഞ്ഞാൽ സമ്മതിച്ചില്ല. എത്ര പരിവർത്തനങ്ങളില്ല എന്നെങ്ങനെയാണ് പറയുക?
ഇവരിപ്പോൾ കേരള സ്റ്റോറി വന്ന് ബാൻ ചെയ്തു, ഓക്കെ സിനിമയാണ് പോട്ടെ, നമുക്കൊന്നുമില്ല, ഒരു സിനിമ ഓടിയില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യത്തിൻ്റെ മേലെ കണ്ണടയ്ക്കാൻ പറ്റുമോ? ഇതൊക്കെ അറിയാവുന്നതാണ്. എനിക്ക് 15 വർഷം മുമ്പേ കൺവേർട്ട് ചെയ്ത ആൾക്കാരെ കഥ നോക്കി. കല്യാണം കഴിക്കാൻ ചെറുപ്പക്കാരി പെൺകുട്ടികളെ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലെ ഫാമിലീസിലുള്ള പെണ്ണുങ്ങളെ പോലും വളച്ച് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന സ്ഥിതിയിൽ വന്നിട്ടുള്ള ആൾക്കാരെ നേരിട്ട് അറിയുന്ന ആ കേസുകളൊക്കെയാണ്. അതുകൊണ്ടൊക്കെയാണ് അതിനൊക്കെതിരെ ഒരുപാട് ശബ്ദിച്ചുകൊണ്ട് അത് ഇനിയും പിടിമുറുക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ അതിൽ കേരള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന് കുറച്ച് ഈ പ്രധാനമന്ത്രിക്കൊപ്പം നിന്നിട്ടില്ലെങ്കിൽ വെരി ഡേഞ്ചറസ് ആണ്. അവിടെ മാത്രമേ നമ്മളെ ഹോപ്പ് ഇപ്പോഴുള്ളൂ. ബാക്കി എല്ലാവരും ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എല്ലാ സമസ്തകളും എല്ലാവരും ഒന്നോ പേടിക്കണം. നമ്മൾക്ക് പക്ഷേ ആകെ ചെയ്യാനുള്ളത് നമ്മളെ മക്കളെ, നമ്മളെ കുട്ടികളെ സ്കൂളുകളിലായാലും നമ്മളെ മക്കളെ ആയാലും നമ്മളെ രാജ്യത്തിൻ്റെ സംസ്കാരം എന്താണെന്നുള്ളത് ഓരോരുത്തരും ഹിന്ദുവിനെ പോലെ ചിന്തിക്കണേ, മുസ്ലിമും ക്രിസ്ത്യനും അത് പറഞ്ഞു കൊടുക്കുക രാജ്യത്തെ. നമ്മുടെ മതതീവ്രവാദം മലബാറിലൊരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്താൻ ലീഗ് സംഭാവന ചെയ്തിട്ടില്ലേ? ഉദാഹരണത്തിന് ഇപ്പോഴേ ബാബറി മസ്ജിദ് തകർന്നറിയുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി, എങ്കിൽ പോലും അത് വ്യാപകമായി പോകാതെ പ്രതിരോധിക്കാൻ പാണക്കാട് തങ്ങളും ലീഗിൻ്റെ ചില നേതാക്കന്മാരും നേതൃത്വം നൽകിയിട്ടില്ലേ? അവിടെയാണ് അവിടെ തൊട്ടിട്ട് അവിടെ വരുന്ന അന്നത്തെ പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ ഹി വാസ് എ ജം പേഴ്സണാലിറ്റി. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം പറയുന്നതും, അദ്ദേഹം ഒരു സൂഫി വാര്യനെ നേരിട്ടും അറിയാവുന്ന വ്യക്തി, ഒരു സൂഫി വാര്യനായിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിന് ശേഷമുള്ള ഈ മുസ്ലിം ലീഗിൻ്റെ സംഘടനകളും എല്ലാം ഈ ഇതിലേക്ക് വഹാബിസത്തിലേക്കും മൗദൂദിസത്തിലേക്കും പോയി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത് നമ്മൾ കാണുന്നുണ്ട്, പച്ചയായി പറയുന്നുണ്ട്. അവരെ വോട്ട് കണ്ടാൽ സലാം ചെല്ലരുത് പറയുന്ന ആൾക്കാരായിരുന്നു നേരിട്ട് ഈ ലീഗുകാർ സുന്നികൾ. ഇന്നിപ്പോൾ അവരെ വോട്ടിന് വേണ്ടി അവരെ ഇഫ്താർ പാർട്ടികളും അവരൊന്ന് എന്നുള്ള പോലെ വരുന്നുണ്ട്. ഒന്നാണ് നമ്മൾ എന്നുള്ള മോദി വന്നതിന് ശേഷം 2014 ശേഷം എല്ലാവരും ഒന്നവിടെ. അപ്പോൾ ശക്തമായിട്ട് ആർക്കാണോ കൂടുതൽ പണമുള്ളത്, ആരാണോ കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്, ഇതിൽ നമ്മൾ പെട്ടുപോകില്ലേ? അപ്പോൾ അത് കരുതിയിരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും നമുക്ക് പറ്റണ നിങ്ങളെ പോലെയുള്ള മാധ്യമധർമ്മത്തിൻ്റെയും കൂടെ ഒരു വലിയ കാര്യമാണ് അതെന്ന് മനസ്സിലാക്കണേ. പക്ഷേ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അതിൻ്റെ നേരെ കണ്ണടയ്ക്കുന്ന ഒരു സ്ഥിതി, അതൊക്കെ ലാസ്റ്റ് അവനവൻ്റെ നേരെ വരുമ്പേ അറിയുള്ളൂ. ഇപ്പോൾ കശ്മീർ പോലെ നമുക്ക് കേരളം ആയിക്കഴിഞ്ഞാൽ അറിയാലോ. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെ കുട്ടികൾക്ക് നമ്മളെ സ്ഥാപനങ്ങളിൽ നമ്മൾ ഈ രാജ്യത്തിനോട് എത്രമാത്രം കൂറ് വേണം. രാജ്യമില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. മതവും ജാതിയും ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം, പണമൊന്നുമല്ല. എല്ലാം പോകും ഒരു ദിവസം കൊണ്ട്. ഇന്നിപ്പോൾ എല്ലാം കണ്ടില്ലേ, യുദ്ധം കഴിഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും അടച്ച് ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂർ നിശ്ചലമായി കിടക്കുക. പണമുള്ളവനെന്തെങ്കിലും സാധിക്കണം? എയർപോർട്ടുകളൊക്കെ കിടക്കാനും ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ലാതെ തിങ്ങി നിറഞ്ഞ് കിടക്കുക. ഇത്ര ഒരു മതമാണല്ലോ ഇപ്പോൾ ഇതൊക്കെ പ്രശ്നം. മതം തന്നെയാണ് പ്രശ്നം. ഷാച്ചി പറഞ്ഞ അതുകൊണ്ട് വന്നിട്ട് ഉണ്ടായ എന്താണ് ഇപ്പം ഇന്ന് ലോകം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.